ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗട്ട് ഒരു സെക്കൻഡ് ബ്രെയിൻ ആണോ, ഗട്ടാണോ സെക്കൻഡ് ബ്രെയിൻ എന്നതിനെ കുറിച്ചാണ്. ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ ഈ വയറാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആക്ച്വലി ഗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഇൻഡസ്ട്രിയൽ ആണ്, ഫുൾ എലിമെന്ററി കനാലാണ്. അതിൽ വായുടെ സ്വാളോ ചെയ്യുന്ന ഫയറിങ്സ്, വായു ഉൾപ്പെടെയുള്ള ഫയറിങ്സ്, അതുപോലെ തന്നെ ഈസോഫഗസ് ആൻഡ് ദെൻ സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രിയൽ, ലാർജ് ഇൻഡസ്ട്രിയൽ, ടിൽ ഏനസ് ഉണ്ട്, റെക്ടം ഏനസ് വരെ ഉണ്ട്. സോ അതാണ് ഗട്ട്. ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ടു ബ്രെയിൻ ആണ്. ദ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ വയറ്, അതുപോലെ ഈ അന്നനാളം, അത് എലിമെന്ററി കനാൽ എങ്ങനെയാണ് നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആവുന്നത്, ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അതിൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് എല്ലാ ഓർഗൻസിലേക്കും കണക്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ബ്രെയിനിന് നമ്മുടെ എൻഡറിക് സിസ്റ്റം, ഈ ഗട്ടിലേക്കും നല്ല കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതിലേക്ക് ബ്രെയിനിൽ നിന്ന് ദ ലോങ്ങസ്റ്റ് നെർവ് എന്ന് പറയുന്ന 10th ക്രേനിയൽ നെർവ്, ആ ക്രേനിയൽ നെർവ് എന്നതിൻ്റെ പേരാണ് വേഗസ്. ആ വേഗസ് നെർവ് ഇറ്റ് ഈസ് എ സൂപ്പർ ഹൈവേ, ജസ്റ്റ് ലൈക്ക് സൂപ്പർ ഹൈവേ. അതിനകത്ത് കുറേ ഡിവിഷൻസ് കാണും അല്ലേ. അപ്പോൾ ഈ 10th ക്രേനിയൽ നെർവ്, വേഗസ് നെർവ് പോകുന്നത് എല്ലാ ഭാഗത്തൂടെ, ശരീരത്തിന്റെ എല്ലാ ഓർഗനിലൂടെയും കടന്നു പോകണം. അങ്ങനെയാണ് ഗട്ടിലേക്കും പോകുന്നത്. അപ്പൊ ഈ വേഗസ് നെർവ് ആണ് നമ്മുടെ വയറിന്റെ എല്ലാ ഇതിനെയും കൺട്രോൾ ചെയ്യുന്നത്, ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഹാപ്പി ആകുമ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴും ഫിയർ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കും, നമ്മുടെ വയറിൽ പെട്ടെന്ന് ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടാകും അല്ലേ. അതൊക്കെ വരുന്നത് ഈ വേഗസ് നെർവിന്റെ ആക്ഷൻസ് ആണ്. വേഗസ് നെർവ് ആണ് ഈ ഇമോഷൻസിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്, ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് തിരിച്ചും ബ്രെയിനിന്റെ മെസ്സേജസും എല്ലാം കൊണ്ട്. അപ്പോൾ ബൈ ഡയറക്ഷണലാണ്, 2 വേയിൽ വർക്ക് ചെയ്യുന്ന ആണ്. മറ്റുള്ള ഓർഗൻസിൽ നമ്മളുടെ ഈ ഗട്ട് എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ്, മൂഡ് സ്വിങ്സ്, ഇതിനെയൊക്കെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇതും ഗട്ടാണ്. ഓക്കെ, മോർ ദാൻ അതായത് ബ്രെയിനിനെക്കാട്ടും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ഗട്ടാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ച പോലെ നമ്മുടെ വയറ്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മളുടെ ഗട്ടും കൂടെ ചിന്തിക്കണം. ഇപ്പോൾ കാണുന്നതാണ് നമ്മളുടെ ഗട്ട്, എലിമെന്ററി കനാൽ. ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ മൂഡൊക്കെ നല്ല ഇമോഷൻസ്, മൂഡ് അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് നമ്മൾ എങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഡോപ്പാമിൻ ഉണ്ട്, സെറിറ്റോണിൻ, അല്ലെങ്കിൽ ഗാബ, ഓക്കെ, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, അതാണ് ഗാബ. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ കുറച്ച്, അതായത് ഇപ്പം നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അപ്പം നമ്മുടെ ഹാർട്ട് ഭയങ്കരമായിട്ടൊക്കെ ഇടിക്കുമല്ലേ. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഏതോ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ കൂൾ ഡൗൺ ആക്കുകയും അതുപോലെ തന്നെ കുറച്ചുകൊണ്ട് വരിക, കാം ഡൗൺ ആക്കുന്നത് ആണ് ഈ സെറിറ്റോണിനും ഗാബായും ഒക്കെ. ഓക്കെ, സോ അതെല്ലാം നമ്മളുടെ ഫുഡിൻ ആണെന്ന് പറഞ്ഞാൽ അത് ഗട്ടിന് ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് ആ ഗട്ട് കൺട്രോൾ ചെയ്യുന്നത്, അതാണ് ഗട്ടും ബ്രെയിനുമായിട്ടുള്ള ആ കണക്ഷൻ, ത്രൂ ദ വേഗസ് നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ന്യൂട്രീഷനെ സംബന്ധിച്ച്. പ്രോബയോട്ടിക് കഴിക്കുക, പ്രീബയോട്ടിക് കഴിക്കുക, പോസ്റ്റ് ബയോട്ടിക് ഉണ്ടാക്കണമെന്നൊക്കെ. ഇതിൽ പലർക്കും, നമ്മളിപ്പോൾ സാധാരണക്കാർക്കൊന്നും ഈ പ്രോബയോട്ടിക് എന്താണ്, പ്രീബയോട്ടിക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ കുറച്ചറിയാം, പഴയങ്കഞ്ഞി കഴിക്കണം, അതിലെന്തോ ബാക്ടീരിയ ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഈ പഴയങ്കഞ്ഞിക്കകത്തും അതുപോലെ തന്നെ കുറേയേറെ കേട്, തൈരിനകത്ത്, ചീസിനകത്ത്, അങ്ങനെയുള്ള കുറേ ഫെർമെൻറ്റഡ് ഫുഡ്സ്, അതായത് പുളിപ്പിച്ചിട്ടുള്ള ആഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ളത്. ഓക്കെ, അതിനകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ പറയാം. അപ്പം ഇതിനകത്തൊക്കെ നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയ കാണും. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഈ ലൈവ്ലി ബാക്ടീരിയ, അതായത് ജീവനുള്ള ഈ ബാക്ടീരിയ വിച്ച് ആർ വെരി എസെൻഷ്യൽ ഫോർ ഗട്ട്, അതായത് നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ്ങിൽ
ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് മെറ്റബോളിസം, ദഹന പ്രക്രിയ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ ആ അബ്സോർപ്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ ഇങ്ങനെയുള്ള ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ കുറേ ഇതുണ്ട്, പഴയകഞ്ഞി അല്ലെങ്കിൽ അതുപോലെ തൈര്, അതുപോലുള്ള കുറേ ഇതുണ്ട് കേട്ടോ. അത് കഴിച്ചാൽ ഈ ബാക്ടീരിയ ഉള്ളിൽ ചെല്ലും. പക്ഷെ ഈ ബാക്ടീരിയയ്ക്ക് ജീവിക്കാനായിട്ട് ഫുഡ് വേണ്ടേ? ഈ ബാക്ടീരിയയ്ക്ക് വേണമല്ലോ എനർജി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്ന ഒരു ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ് അല്ലേ. അപ്പോൾ അവിടെ അതിനെയാണ് അനേറോബിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് ഗട്ടിൽ ജീവിക്കാനായിട്ട്, അവർക്ക് മെറ്റബോളിസം ചെയ്യാനായിട്ട് എനർജി വേണമല്ലോ അല്ലേ ജീവിക്കാൻ. അങ്ങനത്തെ ഫുഡിനെയാണ് പ്രീബയോട്ടിക് ഫുഡ്സ് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് ഫുഡ്, അപ്പം നമ്മൾ ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഈസ്റ്റോ ബാക്ടീരിയ ഒക്കെ ഉള്ളത്, ഈസ്റ്റിനെ സാക്രോമൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റും അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ, ലൈക്ക് പഴങ്കഞ്ഞി ഓർ ഇഡ്ലി ദോശ ആൻഡോളിനോ ഫെർമെൻറ്റഡ് പുളിച്ചിട്ടുള്ള അത് കഴിക്കുമ്പോൾ നമുക്ക് ബാക്ടീരിയ ഉള്ളിൽ ചെല്ലും. അപ്പോൾ ഈ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇൻറ്റസ്റ്റൈനും വയറിൽ പക്ഷെ കുറേയൊക്കെ ചത്തുപോകും. എന്നാന്ന് ചോദിച്ചാൽ അവിടെ ആസിഡിറ്റി ഉണ്ടല്ലോ. പക്ഷെ ഇൻറ്റസ്റ്റൈനിലൊക്കെ കോളൻ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വൻകുടലിലൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. സോ ഇവയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെറ്റബോളിസം നടക്കുള്ളൂ, പ്രോപ്പറായിട്ടുള്ള മൂഡ്, ഇമോഷൻസ്, ഹാപ്പി ഹോർമോൺ ലൈക്ക് സെറിറ്റോണിൻ. അപ്പോൾ സെറിറ്റോണിനൊക്കെ 90% ഗട്ടിലാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ റെയറായിട്ട് ചിരിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഒക്കെ ഇല്ലേ, ഹാപ്പി ആയിട്ട് വളരെ കുറച്ച് നേരം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരും ഉണ്ട്. അപ്പം അവരുടെ ഫുഡ് എങ്ങനെയാണ് അതിൻ്റെ കൂടെ മറ്റുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ വേണം. എങ്കിൽ തന്നെയും ഈ ഫുഡിൻ്റെ ഒരു ഫൈബറസ് ഫുഡ്, പ്രീബയോട്ടിക് ഫുഡ് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രീബയോട്ടിക് ഫുഡിനുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രീബയോട്ടിക് ഫുഡ്സ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇത് ആണ് പ്രോബയോട്ടിക്, ബാക്ടീരിയ ഉള്ള ഫുഡ്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രീബയോട്ടിക് ഫുഡ്സ് ആണ് ബനാന, അനിയൻ ആൻഡ് ഗാർലിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഇനുലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനുലിൻ വേറെ കുറച്ചുകൂടെ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇനുലിൻ ഒരു സ്റ്റാർച്ചാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഇനുലിനാണ് ഈ ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള സ്റ്റാർച്ച്, അത് എനർജി കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഒരു പ്രീബയോട്ടിക് ഫുഡ്. കണ്ടോ, ഇറ്റ് ഈസ് അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ ഒനിയൻ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം. ബനാന 1-2 ബനാന കഴിക്കാം. ഇപ്പം ഡയബറ്റിക് ആണെങ്കിൽ കൂടെയും ഒരു ബനാന കഴിച്ചാൽ അത്രയ്ക്ക് മറ്റുള്ള ഫുഡ് കുറച്ചാൽ മതി. ബട്ട് അവരുടെ ഇമോഷൻസും മൂഡും ഒക്കെ നോർമലായിട്ടിരിക്കും. ഇപ്പം ബനാന കൊടുക്കേണ്ടത്, അപ്പം ഒത്തിരി റൈപ്പനായിട്ടുള്ള ഒത്തിരി പഴുത്ത ബനാന ഡയബറ്റിക് പേഷ്യൻസിന് കൊടുത്തില്ലെങ്കിലും ചെറിയ അധികം പഴുക്കാത്ത ബനാന ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഇനുലിൻ കൂടുതലുണ്ട്. ഓക്കെ, സോ ഇതാണ് ബാക്ടീരിയയുടെ ആഹാരം. ഓക്കെ, മെയിനായിട്ട് ഇതിന് വേറെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബനാനയ്ക്കകത്ത് ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉണ്ട്. എന്താണ് അമിനോ ആസിഡ്? അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. നമുക്ക് ടിഷ്യൂസ് ഒക്കെ ഉണ്ടാകാനും നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും, എസ്പെഷ്യലി കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ബോഡി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു 18 years വരെയൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ സെൽ ഡിവിഷൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ബോഡി ഗ്രോത്തിനും റിപ്പയറിനും ബോഡിയുടെ മെയിൻ്റെനൻസിനും ഒക്കെ പ്രോട്ടീൻസ് വേണം. ആ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്, അതായത് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിൻ്റെ ഗ്രൂപ്പാണ് ജോയിൻ ചെയ്ത്. അപ്പോൾ അതിൽ 20 അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലും വേണം. അപ്പോൾ ഈ 20 അമിനോ ആസിഡിൽ 10 അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് ആണ്. 10 അമിനോ ആസിഡ് വെളിയിൽ നിന്ന് ഫുഡിൽ കൂടെ കഴിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ എല്ലാ സാധനവും പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് കഴിക്കുന്നത്. നമുക്കറിയാം പ്രോട്ടീൻ റിച്ച് ഫുഡ്സിനെ കുറിച്ച് അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ, അതുപോലെ ഇതിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. വേണ്ടത്, ശരീരത്തിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ ശരീരം നിർമ്മിക്കുന്നതല്ല ഇത്. അതിലൊന്നാണ് ട്രിപ്റ്റോഫാൻ. അപ്പോൾ ഈ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് ബനാനയിലുണ്ട്. അപ്പോൾ ഈ ട്രിപ്റ്റോഫാൻ ആണ് സെറിറ്റോണിൻ ഉണ്ടാക്കാനായിട്ട്
സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഗട്ടിലുണ്ട് അല്ലേ. ഈ ബനാന കഴിച്ചാൽ നമുക്ക് എത്രയും ട്രിപ്റ്റോഫാൻ കിട്ടുന്നു. അപ്പോൾ ഈ സെറിറ്റോണിൻ, ഹാപ്പി ഹോർമോൺ 90% നമ്മുടെ ഗട്ടിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫുഡിൽ ബനാനയും അതുപോലെ തന്നെ ഒനിയൻസും ഗാർലിക്കും ഒക്കെ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഗട്ടിലുള്ള ഈ ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയ, അതായത് അതിൻ്റെ എക്സാമ്പിളാണ് ലാക്ടോബാസിലിസ് ബൈഫിഡോ ബാക്ടീരിയ. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എസെൻഷ്യലാണ്. അപ്പോൾ അവരാണ് നമ്മുടെ മൂഡ് സ്വിങ്സും അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഇതിനെ കുറച്ച് കാം ഡൗൺ ആക്കാനായിട്ട് ഈ ബാക്ടീരിയയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡ്സ്, നമ്മൾ ചിക്കറിയൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ്സ് ഒക്കെ നല്ല, ആപ്പിളിനും ഇനുലിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിന്, ബാക്ടീരിയ മീൻസ് ബാക്ടീരിയ, ആ ഗുഡ് ബാക്ടീരിയ പ്രോബയോട്ടിക്, ഇതാണ് പ്രീബയോട്ടിക് ഫുഡാണ്. ആപ്പിള്, ബനാന, ഗാർലിക്, ഒനിയൻ, അതുപോലെ ഈ ഫ്ലാക്സ് സീഡ്സ്, ചിക്കറി, ഇങ്ങനെയുള്ള ഈ ബാക്ടീരിയ നമ്മുടെ ആൻസൈറ്റിയെയും ഡിപ്രഷനെയും ഒക്കെ കുറയ്ക്കുക, കാം ഡൗൺ ആക്കും, മൂഡ് സ്വിങ്സ്, അതായത് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ സ്കിൻ ഡിസീസസ്, അതിനൊക്കെ ഈ ഗുഡ് ബാക്ടീരിയയുടെ കുറവുണ്ട്. ഓക്കെ. അസിഡിറ്റി, ബ്ലോട്ടിങ്, നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയല്ലേ, അസിഡിറ്റി ഒക്കെ ഉണ്ടാകുമ്പോന്നത് ഇങ്ങനെയുള്ള. അപ്പോൾ അതിനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ബാക്ടീരിയ ഉള്ളിൽ ചെല്ലണം. ഇതിൻ്റെ ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, ബാക്ടീരിയ, അത് ഫെർമെൻറ്റഡ് ഫുഡ്സ്, ഇഡ്ഡലി, ദോശ, തൈര് ഒക്കെ, അതിൽ കൂടെ ഒക്കെ ഈ ബാക്ടീരിയ, അതായത് പ്രോബയോട്ടിക് ഉള്ളിൽ ചെല്ലണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്കിൻ അലർജീസോ അല്ലെങ്കിൽ ഇൻഡൈജഷനോ ബ്ലോട്ടിങ്ങോ ഒക്കെ ഉണ്ടാകുന്നത് തടയാം. അപ്പോൾ ഇതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സെൻസ് കൊണ്ടുപോകുന്നതാണ് വേഗസ് നെർവ്. ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്കും കൊണ്ടുവരുന്നതാണ് വേഗസ് നെർവ്. അതിൻ്റെ പേരാണ് ലോങ്ങസ്റ്റ് നെർവ്, വാണ്ടറിങ് നെർവ് എന്നാണ് പറയുന്നത്. ഇതിനെ വാണ്ടറിങ് ചെയ്യുന്നത് ചുമ്മാ ഒരിടത്തൂടെ അല്ല കാണുന്നത്, അത് എല്ലായിടത്തും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഭയങ്കര ലോങ്ങസ്റ്റ് നെർവാണ് 10th ക്രേനിയൽ നെർവ്. ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവിനെയാണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നെർവ്സിനെ സ്പൈനൽ നെർവ്സ് എന്ന് പറയും. ഓക്കെ. സോ ഇതാണ് ലോങ്ങസ്റ്റ് നെർവ്. അപ്പോൾ ഈ നെർവാണ് ഇതെല്ലാം. ഈ ഗട്ടിൻ്റെ ഇങ്ങനെ ഇൻഡൈജഷനൊക്കെ ഉണ്ട്, അത് ഉടനെ ബ്രെയിനിന് അതിന് പെട്ടെന്ന് ഇത് കിട്ടും, ഇൻറ്റിമേഷൻ. എങ്ങനെ കിട്ടും? അവിടെ ഇൻഡൈജഷനാണ്, ബ്ലോട്ടിങ് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ട്, അങ്ങനെയുള്ള പ്രോബ്ലം. അപ്പോൾ ഈ വയറിൽ പെട്ടെന്ന് ഒരുമാതിരി വയറിലൊരു എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു ഒരുമാതിരി മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് തോന്നും അല്ലേ, ഭയങ്കര ഒരു വേദനയോ. ഇതൊക്കെ ഈ വേഗസ് നെർവിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. ബ്രെയിനിന് അങ്ങനെയാണ് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും പോസ്റ്റ് ബയോട്ടിക് ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പോൾ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ, ലാക്ടോബാസിലും മറ്റേ ബൈഫിഡോ ബാക്ടീരിയവും, ഇത് രണ്ടും ചേർന്നിട്ട് ഈ കഴിക്കുന്ന ഈ പ്രീബയോട്ടിക് ഫുഡ്സ്, ആപ്പിള്, ബനാന അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡ്സ്, ഫ്ലാക്സ്, അപ്പോൾ അതിൽ നിന്ന് അത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ആണ് പോസ്റ്റ് ബയോട്ടിക് പ്രോഡക്ട്സ്. ഓക്കെ. സോ ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ബോഡിക്ക്. പിന്നെ ഉള്ളത് പ്രോസസ്ഡ് ഫുഡ്. അവോയ്ഡ് പ്രോസസ്ഡ് ഫുഡ്. വല്ലപ്പോഴും ഒന്നുപോലെ അല്ല, നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം നമ്മുടെ ഗട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഫൈബ്രസ് ഫുഡ്സ് കഴിക്കുക. ഇപ്പം നാം കുറേ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഫൈബ്രസ് ഫുഡ്സ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഇന്നതെന്നില്ല, ഇപ്പം ആപ്പിള് തന്നെ വേണമെന്നില്ല, നമുക്ക് മറ്റുള്ള ഫുഡ് കഴിയും. പക്ഷെ ആപ്പിളിനകത്ത് ഇനുലിൻ കൂടുതലുണ്ട്. ആ പ്രീബയോട്ടിക് ആണ് ഈ ബാക്ടീരിയയുടെ ഫുഡ്, അത് കൂടുതലുണ്ട്. അതുപോലെ ബനാനയ്ക്കകത്ത് ഒനിയനൊക്കെ ഡെയിലി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഈ കോൾഡൊക്കെ വരുമ്പം കൂടുതൽ ഒനിയൻ കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഈ ബാക്ടീരിയ, വൈറസൊക്കെ അല്ലേ, വൈറസും ഒക്കെ ഉണ്ട്. വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് വേണം നമ്മുടെ ഹെൽത്ത് കൊണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? സോ അവർ 70% ഓഫ് ദി ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂണിറ്റി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഗട്ടിൽ ഈ ബാക്ടീരിയ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന സാധനങ്ങൾ ആൻറ്റിബയോട്ടിക്സ് അല്ലേ. ആൻറ്റി എഗനിസ്റ്റ്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലൈഫ്. അപ്പം മൈക്രോബ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ മിക്ക രോഗത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആൻറ്റിബയോട്ടിക്സ്. അത് നമ്മൾ വളരെ കുറയ്ക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങ് ചത്തുപോകും അല്ലേ, എല്ലാ ബാക്ടീരിയ. ഇപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കണം. ആൻറ്റിബയോട്ടിക്സ് കുറയ്ക്കുക. പിന്നെ ബോയിൽഡ് വാട്ടർ കുടിക്കുമ്പോൾ നമുക്ക് മറ്റേ നല്ല ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ ഉള്ളിൽ ചെല്ലാതിരിക്കും അല്ലേ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അപ്പം ഞാൻ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വീഡിയോ ഇടുമ്പോൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, മുഴുവനും കാണണം. കണ്ടില്ലെങ്കിൽ അതിൻ്റെ നമുക്കത് യൂസ് ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് കാണണം. പിന്നെ ഒന്ന് പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. സർജറിയൊക്കെ കഴിഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഇടാതിരിക്കുകയായിരുന്നു. അപ്പം ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുന്നു. അതുപോലുള്ള ബയോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അനാട്ടമി അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ഹെൽത്തിനെ കുറിച്ച് മാത്രം പറയാനായിട്ട് കുറച്ച് വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.